സുവിശേഷം വായിച്ചു തീരുമ്പോൾ മനസ്സിൽ പതിഞ്ഞു നിൽക്കുന്ന ഒരു ചോദ്യം ഇതാണ്: ഔസേ പിതാവ് ഇവിടെ പോയി? ക്രിസ്തുവിൻ്റെ ബാല്യത്തിൽ അവന് വേണ്ടി വേദനയും വിയർപ്പും സഹിച്ചവൻ, കൈകളിൽ ചേർത്ത് പിടിച്ച് സ്നേഹത്തിൻ്റെ ചൂടോടെ വളർത്തിയവൻ, പിന്നീട് ഒരു ഘട്ടത്തിൽ സുവിശേഷത്തിൻ്റെ പേജുകളിൽ നിന്ന് അവൻ നിശബ്ദമായി മറയുന്നു, ശബ്ദമില്ലാതെ അസ്തമിക്കുന്ന ഒരു നക്ഷത്രം പോലെ. സ്വാഭാവികമായി നമ്മൾ ചിന്തിക്കുന്നത് ക്രിസ്തുവിൻ്റെ രേഖപ്പെടുത്തപ്പെടാത്ത ബാല്യത്തിൻ്റെ ഏതോ നിമിഷത്തിൽ ഒരു പൂവിതള് പോലെ അവൻ വീണുപോയിരിക്കാം എന്നതാണ്. എങ്കിലും കാവലിന് ഏൽപ്പിച്ച ആടിനു വേണ്ടി സ്വജീവൻ പോലും ത്യജിക്കുന്ന ഇടയൻ്റെ കഥയിൽ ദൂരെ പോയ മകനെ കാത്തു നിൽക്കുന്ന അപ്പൻ്റെ അകമഴിഞ്ഞ സ്നേഹത്തിൽ ഔസേ പിതാവിൻ്റെ നിഴൽ ഇന്നും നിശബ്ദമായി തെളിഞ്ഞു നിൽക്കുന്നു.